തല്ലിക്കൊന്നില്ലേ, നീതിയില്ലാതെ മടങ്ങില്ലെന്ന് പറഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്ന വാളയാർ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ്റെ ഭാര്യ ലളിതയെ പ്രബുദ്ധ കേരളം ഇന്നലെ കണ്ടുകാണും. പട്ടിണി മാറ്റാൻ മദ്രാസും മുംബൈയും കൊളംബോയും കടന്ന് ഇതര രാജ്യങ്ങളിലേക്ക് മുണ്ടുമുറുക്കി കുടിയേറിയവരാണ് മലയാളികൾ. പക്ഷേ നമ്മളെയാരും നീ മലയാളിയാണോ എന്ന് ചോദിച്ച് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതേ പട്ടിണി തന്നെയാണ് രാംനാരായണൻ എന്ന പച്ചയായ ഇന്ത്യക്കാരനെ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി കയറ്റിയത്. അയാളും ഒരു പ്രവാസിയായിരുന്നു. തും ബംഗ്ലാദേശി എന്ന വംശവെറിയിൽ തകർന്നു പോയത് 2 കുഞ്ഞുമക്കളടങ്ങുന്ന കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. പ്രബുദ്ധതയിലെയും സാക്ഷരതയിലെയും ശതമാനക്കണക്കുകളിൽ മാത്രം ഉയർച്ചയുണ്ടായാൽ മതിയായില്ല. ഹൃദയത്തിൽ സഹിഷ്ണുതയും മനുഷ്യത്വവും ഉയർന്നു കാണണം. രാംനാരായണൻ മാപ്പ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അങ്ങേക്കു മുമ്പിൽ തോറ്റുപോയിരിക്കുന്നു.